ഹായ്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ട്രിപ്പ് പോകണം ഫാമിലി ആയിട്ട്. എവിടേക്കും പോകണില്ലേ? ചിമ്മിനിടാ ഒരാളും കൂടി പിന്നിൽ. അപ്പം ഇന്നിൽ നിൽക്കുന്ന ആൾ വേറെ ആരുമില്ല കേട്ടാ, അമ്മാമ്മയായിരുന്നു. അമ്മാമ്മയ്ക്ക് ഇങ്ങനെ റെഡി ആയിട്ട് കറങ്ങാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ. ഞങ്ങൾ എല്ലായിടത്തും പോകുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഒരു ദിവസം കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഡേ ആകുമ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് കാറിൽ കയറ്റി. അങ്ങനെ മമ്മനെ കയറ്റിയിട്ട് സേതു ഗേറ്റ് പൂട്ടി. ഗേറ്റ് പൂട്ടി തിരിഞ്ഞത് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചത് കണ്ടതാണ് കേട്ടോ. അങ്ങനെ കണ്ട എക്സ്പ്രഷനായിരുന്നത്. അങ്ങനെ പിന്നെ അമ്മമ്മ കാറിലിരിക്കുന്നുണ്ട്. എവിടേക്ക് പോകണമെന്നൊരു ഐഡിയ ഇല്ല മൂപ്പരാൾക്ക്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ചിമ്മിനി ഡാമിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. വേറെ എവിടെ നിർത്തിയൊന്നുമില്ല. നേരെ ചിമ്മിനി ഡാമിലേക്കാണ് പോയത്. പുതുക്കാട് വഴിയുണ്ട കയറിയത്, റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്തിട്ട്. അങ്ങനെ പിന്നെ ചിമ്മിനി ഡാമിലേക്ക് ഞങ്ങൾ കയറി. അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുള്ളിൽ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഔഷധോദ്യാനത്തിലേക്കാണ് പോയത് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അവിടേക്കാണ് ആദ്യം കയറിയത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മാമ്മയുടെ കൈയും പിടിച്ച് നടന്നു ഡാമിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട്. അങ്ങനെ പിന്നെ ഒരറ്റത്തെത്തിയപ്പോൾ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഊഞ്ഞാലിലാടി കുറേ നേരം. ആൾക്കാർ വളരെ കുറവായിരുന്നു ഞങ്ങൾ പോയ ദിവസം കേട്ടോ. അമ്മാമ്മയ്ക്ക് ഇത് എവിടേക്കാണ് വന്നതെന്നൊരു എത്തുമ്പോഴത്തും കിട്ടുന്നില്ല. അങ്ങനെ സേതു ഊഞ്ഞാലാടണം കണ്ടപ്പോൾ അമ്മാമ്മയ്ക്കൊരു മോഹം ഊഞ്ഞാലാടണമെന്ന്. അങ്ങനെ മുപ്പരാൾ ഊഞ്ഞാലാടാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. ഇനി അങ്ങനെ പിന്നെ സേതു പതുക്കെ കയറ്റി പിടിച്ച് ഊഞ്ഞാലുമൊക്കെ കയറ്റി ഇരുത്തി. അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, വീഴുമെന്ന്. പക്ഷെ ആൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നില്ല. ആൾ കൂളായിട്ട് അതിലിരുന്ന് ഊഞ്ഞാലാടിയിട്ടാണ്. അമ്മമ്മയുടെ ഊഞ്ഞാലാട്ടം കണ്ടിട്ട് സേതു നെഞ്ചത്ത് കൈ വെച്ചിട്ട് നിൽക്കണേ. പക്ഷെ അമ്മാമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മാമ്മ അടിച്ച് പൊളിക്കുന്ന പോലെ തന്നെയായിരുന്നു. ആൾ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അമ്മാമ്മ ഇരുന്ന് ആടി. പിന്നെ ആൾക്കെന്തോ അങ്ങനെ ആടി വരുമ്പോൾ എന്തോ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റു. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടമില്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നടക്കുക. അപ്പം അമ്മാമ്മ എൻ്റെ സ്ഥിതിക്ക് ഞാൻ ഊഞ്ഞാൽ പാടാൻ വിചാരിച്ചിട്ട് ഊഞ്ഞാൽ ഞാൻ കയറിയിരുന്ന് ആടണ്ട. അങ്ങനെ അമ്മാമ്മയും സേതുവും ഞാനും അച്ഛനും കൂടി ഞങ്ങൾ 4 പേരും ഊഞ്ഞാൽ മാടിയിട്ടാണ്. അമ്മ അവിടെ ഒരു ഭാഗത്തിരിക്കുന്നിരുന്നു, ഓരോ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ
അങ്ങനെ പിന്നെ ഊഞ്ഞാലാടലും ഡാമിൻ്റെ ആ ഭാഗം അടിഭാഗത്തൊക്കെ ഇറങ്ങി അവിടെയൊക്കെ കണ്ടു. അവിടെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്തോ അവിടെ ആൾക്കാരും കയറുന്നതും പോണതൊന്നും കാണാനില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്നു. അമ്മാമ്മയ്ക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മാമ്മ എന്തൊക്കെയോ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനും സേതുവും അമ്മാമ്മയും നടന്നു. ഞങ്ങളുടെ മുന്നിൽ കൂടെ അമ്മയച്ഛനും നടക്കുന്നുണ്ട് കേട്ടോ. അവർ വേഗം നടക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അമ്മാമ്മയോട് പതുക്കെ നടന്നു. അമ്മാമ്മ പിന്നെ അമ്മാമ്മയുടെ പോപ്പിക്കോടയും ചൂടി നടന്നു വരുന്നുണ്ട് പതുക്കെ പതുക്കെ. ഞാനും സേതും വേറെ കുടയിൽ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ പിന്നാലെ അമ്മാമ്മ വരുന്നുണ്ട്. നമ്മുടെ പൂച്ചക്കുട്ടികൾ അത്രയ്ക്കില്ലേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഡാമിൻ്റെ മുകളിലേക്ക് നടന്ന് വീണ്ടും വണ്ടി പാർക്ക് ചെയ്ത് വീട്ടിലെത്തിയിട്ടാണ്. അയ്യോ, അപ്പുറം കാണുമ്പോൾ മനുഷ്യന്മാർക്ക് പേടിയാവും. അതുപോലെ ആ പോണ വഴിയിൽ സ്ഥലത്ത് മറ്റേ റബ്ബറിൻ്റെ അതൊക്കെ ഉണ്ടല്ലോ, കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പലഹാര സാധനങ്ങൾ കൊണ്ടുവരേണ്ട കാരണം കുരങ്ങന്മാരുടെ അടുത്ത് പോകണില്ല. എല്ലാം അവിടെ നോക്കി നിൽക്കുക. ഇപ്പോൾ കിട്ടും വെച്ചിട്ട്. അങ്ങനെ പിന്നെ നടന്നു വരുമ്പോൾ കണ്ടതുണ്ട് ഈ റബ്ബർ എസ്റ്റേറ്റ് പോലെ. അപ്പം അമ്മമ്മ പറയുന്നുണ്ട് ഇത് കായാണ്, ഇതിൻ്റെ പശ കായപ്പശയാണ് എന്തൊക്കെ പറയണ്ടായിരുന്നു റബ്ബർ കണ്ടിട്ട്. അങ്ങനെ അമ്മമ്മയുടെ തള്ളൽ കേട്ട് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആന വരണ്ടിരിക്കാൻ കമ്പി കെട്ടിച്ച് കിടന്നുണ്ട് ഈ സ്ഥലത്ത്. പക്ഷെ അത് തുറന്നിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുത്തു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കണ്ട. അപ്പോൾ ഒരു മരത്തുമ്പോൾ കണ്ടത് മലയണ്ണാനിരിക്കണത്. അപ്പം അതിനെ കുറേ നേരം നോക്കി നിന്നു. ചോറ് സാമ്പാർ